ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ BEGS 183 എന്ന് പറയുന്ന ബുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ദെൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള എൻഹാൻസിങ് വൊക്കാബുലറി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, പക്ഷേ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. ആ ഒരു രീതിയിലാണ് എൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതിൽ പറഞ്ഞിട്ടേ പോവുള്ളൂ. കൂടുതൽ നീട്ടി വധിച്ച് അങ്ങനെ ഞാൻ പറയൂല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞിട്ട് പോകും. സോ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ എന്താണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്നത്? നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് വെച്ചാൽ ഈ വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടിക അല്ലേ, അതുപോലെയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇഷ്ടിക ഇങ്ങനെ അടിക്കടിക്ക് വെച്ച് നമുക്കൊരു ഭിത്തി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഇഷ്ടിക പോലെയാണ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ശരിയായിട്ടുള്ള വേർഡുകൾ അട്ടി വെച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടിക വെച്ച് റെഡിയാക്കി എടുത്താൽ മാത്രമേ അത് നല്ലൊരു ചുമരായിട്ടത് മാറുള്ളൂ. അപ്പം അതുപോലെയാണ് വൊക്കാബുലറി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ കാര്യം കറക്റ്റ് ചെയ്താൽ മാത്രമേ നല്ല അർത്ഥവത്തായിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ. നമുക്ക് ഈ ഒരു യൂണിറ്റ് ഇങ്ങനത്തെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വൊക്കാബുലറി പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് ആക്റ്റീവ് വൊക്കാബുലറി എന്നാണ്, പാസീവ് വൊക്കാബുലറി എന്താണെന്നുള്ളത്. പക്ഷേ ഇത് കറക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കൊന്നൊരു ധാരണ ഉണ്ടാവില്ല. അപ്പം എന്താണ് ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്? ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ കേട്ട വാക്കോ അല്ലെങ്കിൽ വായിച്ച വാക്കോ നമുക്ക് അത് ഓർമ്മ ഉണ്ടാവുമോ പിന്നീട്? ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റൂല. ചിലപ്പം നമ്മളെ ഓർമ്മയിലുണ്ടാവും, ചിലത് മറന്നു പോകും, എന്നാലും ചിലത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം ഒരു ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ വാക്കുകളാണ്. ഇപ്പം എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഗോ, ബൈ, അങ്ങനത്തെ ചെറിയ ചെറിയ വാക്കുകൾ. ഇതൊന്നും നമ്മൾ തെറ്റിക്കൂല. നമുക്ക് ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വാക്കുകളാണ് ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കും. നമുക്ക് പെട്ടെന്ന് ഓർക്കാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഞാൻ പാസീവ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. പക്ഷേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് കറക്റ്റ് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ വേർഡുകളാണ് പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ വാങ്ങാനുള്ളതിന് ബൈ പറയാം, BUY, ബൈ. സാധനം വാങ്ങാനുള്ളതിന് ബൈ എന്ന് പറയാം. പക്ഷേ ആ ഒരു സെയിം സ്ഥലത്ത് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വാങ്ങാൻ തന്നെയല്ലേ അർത്ഥം. പക്ഷേ ഈ പർച്ചേസ് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് കിട്ടൂല. ബൈനെ പോലത്തെ മറ്റൊരു എക്സാമ്പിളാണ് ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സഹായം ചെയ്യുക. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ അസിസ്റ്റ് ചെയ്യാന്ന് പറയാം. അപ്പം ഈ അസിസ്റ്റ് ചെയ്യാന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിക്കുന്നത്, പക്ഷേ നമുക്ക് സംസാരിക്കുമ്പോൾ അത് കിട്ടൂല. അങ്ങനത്തെ വേർഡുകളാണ് ഈ പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. അപ്പം ഒരു സ്റ്റുഡൻറ്റ് ആയിരിക്കുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ആക്റ്റീവ് പാസീവ് വൊക്കാബുലറി ഒക്കെ എന്താണ് ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. എല്ലാം എന്താണ് ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണല്ലോ എല്ലാവർക്കും ആവശ്യമുള്ളത്. ആ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാസീവ് ആയിട്ടുള്ള വൊക്കാബുലറിനെ ആക്റ്റീവ് ആക്കുക. ഇങ്ങനത്തെ കുറച്ച് ടഫായിട്ടുള്ള മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരാത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ ഡെയിലി യൂസിലൂടെ അത് ആക്റ്റീവ് വൊക്കാബുലറി ആക്കാനുള്ള ശ്രമമാണ് ഏതൊരു സ്റ്റുഡൻറ്റും എടുക്കുക. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് വൊക്കാബുലറി, പാസീവ് വൊക്കാബുലറി എന്താണെന്നുള്ളത് മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് കോണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫംഗ്ഷൻ വേർഡ്സ്. എന്താണ് ഈ കോണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത്? സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ആളുകളാണ് ആര്? കോണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഓർക്ക് ഒറ്റക്ക് നിന്നാലും ഓർക്ക് കറക്റ്റ് ഒരു മീനിങ് ഉണ്ടാവും. ഇതിൽ വെർബ് വരും, നൗൺസ് വരും. നൗൺസ് ആണ് കാര്യമായിട്ട്. നൗൺസ് വരും, വെർബ് വരും, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് വരും, അഡ്വേർബ് വരും. ബേർഡ്, ബ്യൂട്ടിഫുൾ, സിറ്റിംഗ്, ലൗഡ്ലി, ഇങ്ങനത്തെ പല സംഭവങ്ങളും ഇതിൽ നമുക്ക് അതിനൊക്കെ എന്താണ് ഒറ്റയ്ക്ക് വെക്കുമ്പം അർത്ഥങ്ങളുള്ള വേർഡുകളാണ്. അപ്പം അതിനൊക്കെ നമുക്ക് എന്താണ് ഒറ്റയ്ക്ക് ഉപയോഗിക്കുക. അങ്ങനത്തെ പറ്റുന്ന വാക്കുകളാണ് എന്ത് പറയുന്നത്? കോണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു കോണ്ടന്റ് വേർഡ്സിൻ്റെ പ്രത്യേകത എന്ത് പറയുന്നത് വെച്ചാൽ ഇതൊരു ഓപ്പൺ ആണ്. ഇതിൽ എപ്പം വേണമെങ്കിലും പുതിയ വേർഡുകൾ ഇതിൽ ആഡ് ആക്കാൻ പറ്റും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന വേർഡുകളൊന്നും ഇല്ലായിരുന്നു. അതൊരു 100 വർഷം മുമ്പ് ഉള്ള കാര്യമല്ല ഈ സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ ഹെലിപാഡ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടതാണ്. അതുപോലെ ഇനി ഒരു 5 വർഷമോ 10 വർഷമൊക്കെ കഴിഞ്ഞാൽ പുതിയ ഒരുപാട് വേർഡുകൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ വേർഡുകളാണ് എന്ത് പറയുന്നത്? കോണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു കോണ്ടന്റ് വേർഡ്സിൻ്റെ വാതിൽ എപ്പോഴും ഓപ്പൺ ആണ്. അത് മാത്രം ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്ര വേർഡുകൾ അതിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റും അത്രയൊക്കെ നമുക്ക് അതിലേക്ക് ചേർക്കാൻ പറ്റും. കാലങ്ങൾ കൊണ്ട് അതിലേക്ക് ചേർക്കപ്പെടും. ദെൻ ഫംഗ്ഷൻ വേർഡ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എന്ന് പോലെ തന്നെ എന്താണ്? അവർക്കൊരു ധർമ്മമുണ്ട്. അത് അവർക്ക് ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടുന്ന മീനിങ്ങിനെക്കാട്ടിലും അവർക്ക് കണ്ടന്റ് വേർഡ്സിനോട് കൂടി നിൽക്കുമ്പോഴാണ് അവർക്ക് എന്ത് കിട്ടുക? കൂടുതലായിട്ടുള്ള ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്ക് കിട്ടാം. അവർക്ക് എപ്പോഴും വില ഉണ്ടാവുക എവിടെയാണ്? ഈ കണ്ടന്റ് വേർഡ്സിനോട് കൂടെ നിൽക്കുമ്പോഴാണ്. അങ്ങനത്തെ വേർഡുകളാണ് ഫംഗ്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഡിറ്റർമിനേഴ്സ്, പ്രിപ്പോസിഷൻസ്, കൺജക്ഷൻസ്, ഓക്സിലറി, മോഡൽ വേർബ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ വിടും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ക്ലോസ്ഡ് ആണ്. ഇപ്പം കണ്ടന്റ് വേർഡ് ഓപ്പൺ ആണെങ്കിൽ ഫംഗ്ഷൻ വേർഡ് ക്ലോസ്ഡ് ആണ്. ഇപ്പം ഈ ഫംഗ്ഷൻ വേർഡ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ, ദ,
ദിസ്. ഇപ്പോൾ പ്രിപ്പോസിഷൻസ് നമുക്ക് ഓൺ, ഇൻ, ഓഫ് എന്നൊക്കെ പറയാം. കൺജക്ഷൻസ് ആണെങ്കിലോ ആൻഡ്, ബട്ട്, ഹവർ. നമ്മളൊരു വേർഡിനോട് കൂട്ടിച്ചേർക്കുന്ന വേർഡുകളാണ് എന്ത് പറയുന്നത്, കൺജക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആൻഡ്, ബട്ട്, ഹവർ എന്നൊക്കെയുള്ള രീതിയിൽ പറയാം. ദെൻ ഓക്സിലറി, അതുപോലെ തന്നെ മോഡൽ വേർബ്സിലൊക്കെ എന്താ പറയാം, ഈസ്, ഹാവ്, വില്ല്, ക്യാൻ, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓക്സിലറി വേർബ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇതിൽ വിടും. ഈ ഫംഗ്ഷൻ വേർഡിലാണ് ഇതൊക്കെ പെടുക. ഒറ്റക്ക് തന്ന അർത്ഥം ഉണ്ടോ ചോദിച്ചാൽ അർത്ഥമുണ്ട്. പക്ഷേ അവർക്ക് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള അർത്ഥം എപ്പോഴാണ് ഉണ്ടാവുക, ഈ കൊണ്ടന്റ് വേർഡ്സിനോട് കൂടെ നിൽക്കുമ്പോഴാണ്. അപ്പം ഈ ഒരു കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ അത് ക്ലോസ്ഡ് ആണ്. ഇത് എപ്പോഴും ഈ വേർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്സിലറി വേർബ്സ് ആണെങ്കിൽ അത് മാത്രമേ ഒന്ന് പഠിക്കാനുണ്ടാവുള്ളൂ. അതിലേക്കൊന്നും ഒരു വേർഡും ഇതിലേക്ക് ആഡ് ആക്കാൻ പറ്റില്ല. അങ്ങനത്തെ വേർഡുകളാണ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് സം ഡിഫിക്കൽട്ടീസ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ് വൊക്കാബുലറി. ഇതൊക്കെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ പഠിച്ച സംഭവങ്ങളാണ്. അതിലുള്ള സെയിം സാധനങ്ങളാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മുഴുവൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേൾക്കുക, മനസ്സിലാക്കുക, പോവുക, അത്രേ വേണ്ടൂ കേട്ടോ. ഫസ്റ്റ് പറയുന്നത് ഹോമോണിംസിനെ കുറിച്ചിട്ടാണ്. വൺ വേർഡ് മിനി മീനിങ്. ഇപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവാനും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ് ഉള്ള സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ഇത് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക. അത് കാണാതെ തന്നെ പഠിച്ച് വെക്കുക. നമുക്കത് കേൾക്കുമ്പോഴത്തേനും അതെന്താവുന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വരണം. അപ്പോൾ ഹോമോണിംസ് ഫസ്റ്റ് സെക്ഷനാണ് എന്ന് പറയുന്നത്. ഹോമോണിംസ് എന്താണ്? ഹോമോണിംസിന്റെ പ്രത്യേകത, വൺ വേർഡ് മിനി മീനിങ്ങും. സെയിം വേർഡുകളായിരിക്കും, പക്ഷേ മീനിങ് വ്യത്യസ്തമായിരിക്കും. അപ്പം സെയിം വേർഡ് അതുപോലെ തന്നെ അതിന്റെ ഉച്ചാരണം ഒരുപോലെ തന്നെയാണ് പറയാം. ഇപ്പൊ അതിന് എക്സാമ്പിൾസ് ഇതിൽ പറയുന്നുണ്ട്. ക്ലബ്ബ്. ഇപ്പൊ ക്ലബ്ബ് കുറേ ക്ലബ്ബുകളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അവരുടെ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ മാറും. അപ്പോൾ സാധാരണ ഒരു ക്ലബ്ബ്, നമ്മൾ ഫുട്ബോൾ ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന പല ക്ലബ്ബുകൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ചൊക്കെ തിക്കായിട്ടുള്ള ഒരു സ്റ്റിക്കിനെ ക്ലബ്ബ് എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പം കാർഡ് കളിക്കുന്നവരാണെങ്കിൽ കാർഡിലുള്ള ഒരു കാർഡിന് എന്ത് പറയും, ക്ലബ്ബ് എന്ന് പറയും. അപ്പം ഈ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ സെയിം മീനിങ് ആണ്, അതുപോലെ തന്നെ സെയിം ഉച്ചാരണമാണ് വരുന്നത്, അതുപോലെ തന്നെ സെയിം സ്പെല്ലിംഗ് ആണ് വരുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ഹോമോ നിംസ്. ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പം ഒരേപോലത്തെ സ്പെല്ലിംഗ് ആണ്, പക്ഷെ ഉച്ചാരണം ഒരുപോലെയാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ മീനിങ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇപ്പോൾ ബെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കിടക്കുന്ന ബെഡിന് ബെഡ് എന്ന് പറയും. അതുപോലെ തന്നെ എന്താ പറയുക, തോട്ടത്തിലുള്ള ചെടികളൊക്കെ വളരുന്ന സ്ഥലത്തിനെയും ബെഡ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഈ റൈസിൻ്റെ ഒക്കെ ലെയറിനെയും ബെഡ് എന്ന് പറയും. അപ്പം ഓരോത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ അർത്ഥങ്ങൾ മാറി വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഹോമോണിംസ് എന്താണെന്ന് മനസ്സിലായല്ലോ. സെയിം സ്പെല്ലിംഗ്, സെയിം ഉച്ചാരണം, അതുപോലെ തന്നെ അർത്ഥം മാത്രം ഡിഫറൻ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോമോഫോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസിയാണ്, നമുക്ക് മനസ്സിലാക്കിക്കാൻ ഈസിയാണ്. ഹോമോ എന്ന് പറയുന്നത് ഒരുപോലെ, ഫോൺ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഇതിലൂടെ എന്താ കേൾക്കുക, ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പം ഫോൺസ് എന്ന് പറയുമ്പോൾ ശബ്ദം, അപ്പോൾ ഒരേപോലെയുള്ള ശബ്ദം. അപ്പോൾ ശബ്ദം മാത്രമേ ഒന്നുള്ളൂ, പക്ഷേ എന്തായിരിക്കും, സ്പെല്ലിങ്ങും വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ മീനിങ്ങും വ്യത്യസ്തമാണ്. അത് മാത്രം ആലോചിക്കുക. അപ്പോൾ ഹോമോഫോൺസ് ഇപ്പോൾ തന്നെ പഠിച്ചു കേട്ടോ. എന്താണ് സ്പെല്ലിങ് അതുപോലെ തന്നെ മീനിങ് രണ്ടും ഡിഫറെൻ്റ് ആണ്. സെയിം ഉച്ചാരണം, പറയുന്നത് മാത്രം ഒരുപോലെ, പക്ഷേ ഇതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഉച്ചാരണം രണ്ടാണ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾസ് ഇതിൽ പറയുന്നുണ്ട്. ഗ്രേറ്റ്. ഇപ്പോൾ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഗ്രേറ്റ് ആണ് GRATE. ഇതൊക്കെ സാധാരണ നമ്മൾ ഗ്രേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലോർ. ഇപ്പോൾ ഈ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് പൊടിക്ക് നമ്മൾ ഫ്ലോർ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്ലവർ എന്നൊക്കെ പറയുന്നതിന് ഉച്ചാരണം എന്നാണ് വരുന്നത്, ഫ്ലോർ എന്നാണ് വരുന്നത്. അതുപോലെ ബ്രേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് എന്നൊക്കെ പറയുന്ന ഒരു ബ്രേക്ക് അത് പറയാം. അതുപോലെ തന്നെ വേറെ ബ്രേക്കാണ്, നമ്മൾ കാറിന് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നത്, BRAKE, അതിന് ബ്രേക്ക്. മറ്റേ ബ്രേക്ക് ഏതാണ്, പൊട്ടിക്കുക എന്നൊക്കെയുള്ള ബ്രേക്ക് എന്താണ്, BREAK. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ വ്യത്യാസം. സ്റ്റേഷനറി ഇപ്പോൾ രണ്ടും ഒരുപോലെ സ്റ്റേഷനറി, പക്ഷേ NARY അവസാനം, മറ്റേതിൽ NERY. അപ്പോൾ ഒരു എയും ഈ ഒരു ഇയും തമ്മിൽ വ്യത്യാസമുള്ളൂ, പക്ഷേ അതിൻ്റെ മുഴുവനായിട്ടുള്ള അതിൻ്റെ സംഭവം തന്നെ മാറിപ്പോകും. അപ്പം അത് മാത്രം മനസ്സിലാക്കിയാൽ സെയിം ഹോമോഫോൺസ്, സെയിം ശബ്ദം, ബാക്കി രണ്ടും വ്യത്യാസം. ദെൻ വേറൊരു നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സംഭവമാണ് ഹോമോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഹോമോഗ്രാഫ്സ് എന്ന് പറയുന്നത്? ഹോമോ എന്ന് പറയുമ്പോൾ സെയിം ഫോമാണ്, പക്ഷേ ഡിഫറെൻറ്റ് സൗണ്ടും മീനിങ്ങും ആണ് വരിക. സെയിം ഫോമാണ് വരിക. ഇപ്പം എന്താ പറയുക, എഴുതൊക്കെ ഒരുപോലെയാണ്, പക്ഷെ അത് വായിക്കുന്നത് വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ അതിന് മീനിങ്ങും വ്യത്യസ്തമാണ്. അതാണ് അതിന് മനസ്സിലാക്കുക. അപ്പം ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം, ഗ്രാഫ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എന്നാണ് അർത്ഥം. അപ്പം ഒരുപോലെ എഴുതുക, അപ്പോൾ എഴുതൽ മാത്രം ഒരുപോലെ എന്നുള്ളൂ, ബാക്കി രണ്ടും വ്യത്യസ്തമാണ്. അത് മാത്രം ആലോചിച്ച് വെക്കുക. ഞാനൊരു ചെറിയൊരു ടിപ്പ് പോലെ പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം മിനിറ്റ്, നമുക്ക് ഓരോ മിനിറ്റ് സൂചിയൊക്കെ പറയുമല്ലോ, നമ്മൾ ഇത്ര മിനിറ്റായി എന്നൊക്കെ പറയുമല്ലോ. അപ്പം അതിന് മിനിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ മിനിറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ, MINUTE. അതന്നെ സെയിം സാധനം നമ്മൾ
വേറൊരു രീതിയിൽ പറയും ചെറിയ വളരെ ചെറിയ എന്നൊക്കെ പറയാൻ എന്ത് പറയും നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള അതിൻ്റെ സെയിം സ്പെല്ലിംഗ് ആണ്, പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴും വ്യത്യാസം വരും, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം വ്യത്യാസം വരും. അതുപോലെ തന്നെ വേറൊരു വേർഡാണ് ലീഡ് ലെഡ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് എന്താ? LEAD. ഷീ വിൽ ലീഡ് ദ ടീം. അവൾ ആ ടീമിനെ നയിക്കും. അതുപോലെ തന്നെ ഈ ഇത് പറയും ലെഡ് ഈസ് എ ഹെവി മെറ്റൽ. ലെഡ് എന്ന് പറയുമ്പോൾ ഒരു ഹെവി മെറ്റൽ ആണെന്ന് പറയും. അപ്പം നമുക്ക് എന്താണ് അവിടെ സ്പെല്ലിങ്ങുകളൊക്കെ സെയിം ആണ്, പക്ഷേ അതെന്താണ് അതിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്, അതിൻ്റെ ഉച്ചാരണം വ്യത്യസ്തമാണ്. അപ്പം അത് മാത്രം ആലോചിച്ച് വെക്കാം. ദെൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്. എന്താണ് ഇഡിയംസ് എന്നൊക്കെ പറയുന്നത്? ഈ ഇഡിയോമാറ്റിക് ആയിട്ടുള്ള വേർഡുകൾക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ വേറെ വേറെ അർത്ഥങ്ങളുണ്ടാകും, പക്ഷേ കുറച്ച് വേർഡുകൾ ഒരുമിച്ച് ചേർന്നാൽ അത് നമ്മൾ വിചാരിക്കാത്ത അർത്ഥമാണ് അതിനുണ്ടാവുക. അങ്ങനത്തെ വേർഡുകളാണ് എന്ത് പറയുന്നത്? ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് നമുക്ക് ഇത് പറഞ്ഞും അറിഞ്ഞും നമുക്ക് അത്രയും പരിചയമായാൽ മാത്രമേ ഇതെന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അഥവാ ഇത് ക്രമാതീതമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും മാത്രമേ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ലണ്ടൻ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണേനാണ് പറയുന്നത് ലണ്ടൻ ഇയർ. അല്ലെങ്കിൽ ഫ്രം ഹാൻഡ് ടു മൗത്ത്. ഇപ്പോൾ ഫ്രം ഹാൻഡ് കയ്യിൽ നിന്ന് വായിലേക്ക് എന്നാണ് നമ്മൾ ശരിക്കും അങ്ങനെയാണ് അർത്ഥം വെക്കുക. പക്ഷേ ശരിക്കും എന്താണ് അതിന് ഈ എന്താ പറയുക, ഈ കൂലിപ്പണിക്കാർ അന്നത്തെ ദിവസം ജോലി ചെയ്ത് ജീവിക്കുക, അഥവാ ഒരു ദിവസവേതനത്തിന് ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് എന്താ പറയുന്നത് ഫ്രം ഹാൻഡ് ടു മൗത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ ഓഫ് മൈ ഐ. അത്രയും പ്രിയപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ എന്താ പറയുക, ഹി ഈസ് ആപ്പിൾ ഓഫ് മൈ ഐ. അവനെന്താണ്? എൻ്റെ കണ്ണിലെ ആപ്പിളാണ്. അപ്പം അതൊക്കെ ഒരു ഇഡിയോമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസിൽ പെടുന്ന സംഭവമാണ് ഇപ്പോൾ. അപ്പം ഇത് അത്രയും തറവായിട്ട് യൂസ് ചെയ്യുമ്പോഴും ഇതിലൂടെ എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വേർഡുകളാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പിന്നീട് പറയുന്നത് ഫോർമൽ ഇൻഫോർമൽ എക്സ്പ്രഷൻസ്, അഥവാ അപ്രൂവ്ഡ് ആൻഡ് ഡിസപ്രൂവ്ഡും പറയുന്നുണ്ട് അതിൽ. ഇപ്പോൾ ഫോർമലും ഇൻഫോർമലും ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം. എന്താണ് ഫോർമാലിറ്റി? നമ്മളൊരു ലാംഗ്വേജ് ഉപയോഗിക്കും, അതിൽ ഫോർമൽ ലാംഗ്വേജ് ഉണ്ടാവും, ഇൻഫോർമൽ ലാംഗ്വേജ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സാധാരണ എല്ലാവരും എന്താണ് ഫോർമൽ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ പറയുമ്പോൾ നമ്മൾ അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ് പറയാം. ഇപ്പം വാണ ഗോണ ഒക്കെ പറയുന്നത് നാറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പറയുന്നത് ഐ വാണ്ട് ടു എന്ന് പറയുന്നത് എന്താണ്? വാണ, WANNA. അപ്പം ഐ എം ഗോയിങ് ടു എന്ന് പറയുന്നത് എന്താണ്? ഐ ഗോണ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ഒരിക്കലും അങ്ങനെ പറയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് അധികം നാറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് മാത്രം നമ്മൾ ഉപയോഗിക്കുക, അതാണ് അതിൽ പറയുന്നത്. ദെൻ എന്താണ് അപ്രൂവ്ഡ് ആൻഡ് ഡിസപ്രൂവ്ഡ് ആയിട്ടുള്ളത്? ഈ അപ്രൂവ്ഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എന്ന് പറയാം നമുക്ക്. ഡിസപ്രൂവ്ഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വേർഡുകൾ പറയുക. അപ്പം ചില വാക്കുകൾ എന്താണ് നല്ല ഒരു അഥവാ പ്രശംസനൊക്കെ സൂചിപ്പിക്കും, അങ്ങനത്തെ വേർഡുകളാണ് അപ്രൂവൽ ആയിട്ടുള്ള വേർഡുകൾ. ചിലതാണെങ്കിലോ അത് വിമർശനക്കാരം ആളുകളുടെ ഇടയിൽ എന്താണ് അത് ഡിസപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഡിനെ അത് സൂചിപ്പിക്കും. അപ്പം ഇത് പല ആളുകൾക്കും ഇപ്പം ഒരാൾക്ക് നല്ല കാര്യമാണെങ്കിൽ അത് മറ്റൊരാൾക്ക് ആ സെയിം സാധനം മോശപ്പെട്ട കാര്യം. അപ്പം എന്താണ് അതുപോലെ അപ്രൂവ്ഡ് ദെൻ എന്താണ് ഡിസപ്രൂവ്ഡ്. ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് പോസിറ്റീവ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ്. ചിലർക്ക് നല്ല കാര്യമായിരിക്കും, അത് മറ്റുള്ളവർക്ക് മോശപ്പെട്ട കാര്യമായിരിക്കും. അതാണ് ഈ അപ്രൂവ്ഡ് ദെൻ ഡിസപ്രൂവ്ഡ് വേർഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്രൂവൽ വേർഡ്സിന് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഫേംനെസ് എന്ന് പറയുമ്പോൾ ഒരു ദൃഢതയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫേംനെസ് പറയുക. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദൃഢനിശ്ചയം, ഒരു നിശ്ചിത സമയത്ത് നമുക്ക് തോന്നുന്നതാണ് എന്ത് ദൃഢനിശ്ചയം, ഒരു സംഭവം. അതുപോലെ തന്നെ വേറൊരു വേർഡാണ് റെസൊല്യൂട്ട്നെസ് എന്ന് പറയുന്നത്. അഥവാ അത് നമ്മൾ ഓൾറെഡി അത് നിശ്ചയിച്ച് വെച്ച സംഭവമാണ്, അതിനാണ് എന്താ പറയുക റിലോട്ട്. ഇതൊക്കെ എന്താണ് അപ്രൂവ്ഡ് വേർഡ്സിന് എക്സാമ്പിളാണ്. ഇനി ഡിസപ്രൂവ്ഡ് വേർഡ്സിന് എക്സാമ്പിൾ പറയുന്നത് എന്താണ്? സ്റ്റബേർനെസ് എന്ന് പറയുക ഒരു പിടിവാശി എന്നൊക്കെ പറയാം നമുക്ക്. അതുപോലെ തന്നെ ഒപ്റ്റിനസി എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഒരു കടുത്ത പിടിവാശിക്ക് എന്ന് പറയാം, ഒപ്റ്റിനസി എന്ന് പറയാം. അല്ലെങ്കിൽ പിഗ് ഹെഡ്നെസ്, അതെന്താണ് അതൊരു കളിയാക്കുന്ന രീതിയിൽ ഒരു അത്രയും മണ്ടത്തരമായിട്ടുള്ളൊരു പിടിവാശി എന്നൊക്കെ പറയാം. അപ്പം ഇതൊക്കെ എന്താണ് ഡിസപ്രൂവ്ഡ് ആയിട്ടുള്ള. അപ്പം ഒരു നെഗറ്റീവിന് ഡിസപ്രൂവ്ഡും പോസിറ്റീവിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഡുകൾ ആ രീതിയിലാണ് ഇവിടെ തരംതിരിക്കുന്നത്. അത് അത്ര മാത്രം മനസ്സിലാക്കി വെക്കാട്ടോ. നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഹൈപ്പോണിംസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഹൈപ്പോണിംസിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സൂപ്പർ ഓർഡിനേറ്റിനെ കുറിച്ചിട്ട് പറയണം. സൂപ്പർ ഓർഡിനേറ്റ് അഥവാ ഇതൊരു പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദം. ഇപ്പം നമ്മളൊരു എന്താണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്തിനാണ്? സൂപ്പർ ഓർഡിനേറ്റ് ആണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന പദം. ഇതിൽ തന്നെ മാംഗോസ് പലതരത്തിലുണ്ട്, ഓറഞ്ചസ് പലതരത്തിലുണ്ട്. അപ്പം ഇതിനൊക്കെ ഈ ഓറഞ്ച് മാംഗോ എന്ന് പറയുന്ന ആ പലതരത്തിലുള്ള ആ വിവിധങ്ങളായിട്ടുള്ള അതിനെ എന്ത് പറയാം നമുക്ക്? ഹൈപ്പോണിംസ് എന്ന് പറയാം. അപ്പം മാംഗോൻ്റെ ഹൈപ്പോണിം, അതുപോലെ ഓറഞ്ചിൻ്റെ ഹൈപ്പോണിം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാം. പക്ഷേ ഇത് നമുക്ക് പൊതുവായിട്ട് നമ്മൾ എന്ത് പറയും? സൂപ്പർ ഓർഡിനേറ്റ് ആയിട്ട് ഫ്രൂട്ട്സ് എന്ന് പറയും. അതുപോലെ തന്നെ സൂപ്പർ ഓർഡിനേറ്റ് ആയിട്ട് നമുക്ക് ക്ലോത്ത്സ് പറയാം. ഈ ക്ലോത്ത്സിൽ തന്നെ എന്തെല്ലാം പെടും? ഷർട്ട് വരും, ട്രൗസർ വിടും, പാൻറ്റ് വിടും, ഇങ്ങനത്തെ സംഭവങ്ങൾ വിടും. അപ്പോൾ ഹൈപ്പോണിംസിൽ എന്തൊക്കെ വിടാം നമുക്ക്? ഷർട്ട് വിടുത്താം. അപ്പോൾ ഷർട്ടിൽ തന്നെ പലതരത്തിലുള്ള ഷർട്ടുകളുണ്ട്. അപ്പോൾ ഹൈപ്പോണിംസ് ഷർട്ട്, ദെൻ ട്രൗസേഴ്സ് ഒക്കെ നമുക്ക് ഹൈപ്പോണിംസിലാണ് പെടുത്താൻ പറ്റുക. അപ്പോൾ പൊതുവായിട്ട് പറയുന്ന ക്ലോത്ത്സ് നമുക്ക് സൂപ്പർ ഓർഡിനേറ്റിലും പിന്നീട് പറയുന്ന അതിലുള്ള ഓരോ ഘടകങ്ങൾ നമുക്ക് ഹൈപ്പോണിംസിലും പെടുത്താം. ഇപ്പോൾ ട്രീസ് ആണെങ്കിലും പലതരത്തിലുള്ള ട്രീസ് ഉണ്ട്. ലെബനിയൻ ട്രീ, നീം, ദെൻ കോക്കനട്ട് ട്രീ, ഇങ്ങനത്തെ പല
ട്രീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ സ്പെഷ്യലൈസ് ചെയ്ത് ഓരോന്ന് വിഭാഗങ്ങളാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഹൈപ്പോണിംസ് എന്ന് പറയുന്നത്. പൊതുവായിട്ട് നമ്മൾ മരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ ഓർഡിനേറ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ദെൻ പിന്നീട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന വേറൊരു പേരാണ് കൊളോക്കേഷൻ എന്ന് പറയുന്നത്, വേർഡ് പാർട്ണർഷിപ്പ്. ഇപ്പം അഥവാ ഈ വേർഡ് പാർട്ണർഷിപ്പിൽ അത് ഉപയോഗിക്കേണ്ടത് ഈ സാധനം തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് വേർഡ് കറക്റ്റ് ആവില്ല. അപ്പം മേക്ക് യുവർ ബെഡ് അല്ലെങ്കിൽ ഡു യു ഹോം വർക്ക്. ഈ ഡു യു ഹോം വർക്ക് ഇതിൻ്റെ ഹോം വർക്ക് ചെയ്യുന്നുള്ളതിന് വേറെ വേർഡില്ല, ഇതിന് ഇത് തന്നെ ഉപയോഗിക്കണം. ഇത് തന്നെ ഉപയോഗിക്കും പറഞ്ഞാൽ ഡു യുവർ ഹോം വർക്ക്. അപ്പം എന്താണ്, ഈ മൂന്നും ഒരുമിച്ച് ഒരുപോലെ ഒരേ രീതിയിൽ വന്നാൽ മാത്രമേ അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുള്ളൂ. അപ്പം ഇങ്ങനെ ഒരുമിച്ച് വരുന്ന ഈ വേർഡുകളിനെ എന്ത്, അഥവാ ശരിയായിട്ടുള്ളൊരു കൂട്ടുകെട്ടുകൾ എന്ന് പറയും നമുക്ക്. അപ്പം ഇത് ശരിയായിട്ടുള്ള രീതിയിൽ വന്നാൽ മാത്രമേ അതെന്താവുള്ളൂ, അത് ശരിയായിട്ടുള്ളൊരു മീനിങ് നമുക്കതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പം അതാണ് അവിടെ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്ന വേറൊരു കാറ്റഗറിയാണ് ആൻറ്റോണിംസ്. ആൻറ്റോണിംസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പം അർത്ഥത്തിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായിട്ടുള്ള വാക്കുകൾ, വൈരുദ്ധ്യങ്ങൾ എന്നൊക്കെ നമുക്ക് ആൻറ്റോണിംസിനെ പറയാൻ പറ്റും. ഇതിൽ തന്നെ ആൻറ്റോണിംസ് തന്നെ 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് ഗ്രേഡബിൾ ആൻറ്റോണിംസ്, ഒന്ന് നോൺ ഗ്രേഡബിൾ ആൻറ്റോണിംസ്. അപ്പം എന്താണ് ഗ്രേഡബിൾ ആൻറ്റോണിംസ് എന്ന് പറയുന്നത്? കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ. എന്താ പറയുക, ഇപ്പം നമുക്ക് ഹോട്ട് കോൾഡ് ഇത് രണ്ടും എതിരാണ്. ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂട്, കോൾഡ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. അതുപോലെ തന്നെ ഷോർട്ട് ടോള്, ദെൻ ഈസി ഡിഫിക്കൽട്ട്. ഇതൊക്കെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ എന്താണ്, സ്റ്റാൻഡേർഡ് ആണെന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വൈരുദ്ധ്യങ്ങളാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ലെവൽസ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഹോട്ടിനെ നമുക്ക് കോൾഡ് ആക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും? അപ്പം അത്രയും ഡിഗ്രി കുറച്ച് കൊണ്ടുവന്ന് എന്താണ്, അത്രയും ചൂടുള്ള വെള്ളത്തിൽ നിന്ന് കുറച്ച് ചൂടുള്ള വെള്ളം, പിന്നെ വാമായിട്ടുള്ള വെള്ളം, പിന്നെ നോർമൽ വെള്ളം, പിന്നെ കുറച്ചൊരു കോൾഡുള്ള വെള്ളം, അങ്ങനെ ലാസ്റ്റ് അവസാനം നമുക്ക് കോൾഡിലേക്ക് എത്താം. അതിൻ്റെയൊക്കെ എന്താണ്, ഡിഗ്രീൻ്റെ അളവിൽ വ്യത്യാസം വരുമ്പം എന്താണ്, ഹോട്ടിനെ നമുക്ക് കോൾഡ് ആക്കാനും പറ്റും. അതുപോലെ തന്നെ ഷോർട്ടിനെ അതിൻ്റെ ലെവൽസ് അനുസരിച്ച് ടോൾ ആക്കാനും പറ്റും. ഡിഫിക്കൽട്ട് ആയിട്ട് ഇതിനെ ഈസി ആക്കാൻ പറ്റും. ഇതൊക്കെ എന്താണ്, ലെവൽസ് ഉണ്ട് അതിനൊക്കെ. അപ്പം നമുക്കത് പറ്റും, ഒന്നിനെ മറ്റൊന്നാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല നോൺ ഗ്രേഡബിൾ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആൻറ്റോണിംസിൽ പെടുന്നത്. അഥവാ ഒന്നിന് മറ്റേതാവാൻ പറ്റൂല. ഇപ്പോൾ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതായിരിക്കും. അഥവാ ഒരു മെയിലിന് ഒരിക്കലും ഒരു ഫീമെയിൽ ആവാൻ പറ്റില്ല. ഇതാണ് അതിൽ എക്സാമ്പിൾ പറയുന്നത്. നോൺ ഗ്രേഡബിളിൽ എന്താണ് എക്സാം പറയുന്നത്, മെയിൽ ഫീമെയിൽ. ഇപ്പം മെയിൽ ഫീമെയിലൊക്കെ ഒന്ന് ആവുന്നുണ്ട്, പക്ഷേ നോർമലി അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദെൻ ഡെഡ് അലൈവ്, മരിച്ച ഒരാളെ നമുക്ക് ജീവിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അതാണ് അവിടെ പറയുന്നത്. ഒരേ സമയം രണ്ടും ആയിരിക്കില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നതാണ് സിനണിംസ്. സിമിലർ മീനിങ് വരുന്നതിനാണ് സിനണിംസ് എന്ന് പറയുന്നത്. അഥവാ അർത്ഥത്തിൽ അടുത്ത ബന്ധങ്ങളുള്ള വാക്കുകളായിരിക്കും, പക്ഷേ എല്ലാം ഒരുപോലെ ആവുന്നില്ല. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ, ഇതൊക്കെ എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു ദേഷ്യം എന്നുള്ള വേർഡിന് ഒരുപാട് ഇംഗ്ലീഷ് വേർഡുകൾ ഉണ്ടാവും. ആംഗ്രി പറയാം, അന്നോയിഡ് പറയാം, അപ്സെറ്റ് പറയാം, ഇറിറ്റേറ്റ് പറയാം. ഇതൊക്കെ നമുക്ക് ദേഷ്യം എന്നുള്ളതിന് പറയാം. പക്ഷേ ഇതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു തീവ്രതയും അതുപോലെ തന്നെ അതിൻ്റെ സന്ദർഭത്തിനനുസരിച്ചാണ് ഈ പല വേർഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാം ദേഷ്യത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന ആ സാഹചര്യം, കോണ്ടെക്സ്റ്റ് ഒക്കെ എന്താണ്, വ്യത്യസ്തമായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളെ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് ഇതിൽ ഏത് വേർഡ് അതിന് യോജിക്കും എന്ന് നോക്കിയിട്ട് ആ ദേഷ്യത്തിന് എത്രത്തോളം ദേഷ്യം ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പല വാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാം ഒരു അർത്ഥത്തിൽ വരുന്നതാണെങ്കിലും എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളതായിട്ടുള്ള വാക്കുകളാണ് സിനോണിംസ് എന്ന് പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നതാണ് വേർഡ് ബിൽഡിംഗ്, അഫിക്സേഷൻ ആൻഡ് കമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് അഫിക്സേഷൻ എന്ന് പറയുന്നത്? ഇപ്പം ഇംഗ്ലീഷിൽ നമുക്ക് ബേസ് വേർഡിന് പ്രിഫിക്സ് അതുപോലെ തന്നെ സഫിക്സ് ഒക്കെ ചേർത്തിട്ട് പുതിയ വാക്കുകൾ നിർമ്മിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് അഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിച്ചു എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ് എന്നുള്ളത്. നമുക്ക് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം, നമ്മൾ ടെക്സ്റ്റിലുള്ളതാണ്. ഇപ്പം മോർട്ടൽ എന്ന് പറയുന്ന ഒരു വേർഡിനെ നമ്മൾ ഇമ്മോർട്ടൽ എന്നാക്കുകയാണ്. മോർട്ടൽ എന്നുള്ള വേർഡിനെ നമ്മൾ ഇമ്മോർട്ടൽ എന്നാക്കുകയാണെങ്കിൽ അത് പ്രിഫിക്സ് ആയിരിക്കും. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ, പ്രീ എന്ന് പറയുമ്പോൾ എന്താണ്, മുന്നേ ഉള്ളത് അല്ലേ. അപ്പം നമ്മുടെ ഒരു വാക്കിനെ മുന്നേ ചേർക്കുന്ന കാര്യം ചേർക്കുമ്പോഴാണ് എന്താവുന്നത്, അത് പ്രിഫിക്സ് ആവുന്നത്. ദെൻ സഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇമ്മോർട്ടൽ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്, അതിനെ നമ്മൾ ഇമ്മോർട്ടലൈസ് എന്ന് പറയാണ്. അതിൻ്റെ അവസാനമാണ് ഇമ്മോർട്ടൽ എന്നുള്ളത് ഇമ്മോർട്ടലൈസ് എന്നാക്കി. അതിനെയാണ് എന്താ പറയുന്നത്, സഫിക്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു വേർഡിൻ്റെ, ഒരു ബേസ് വേർഡിൻ്റെ ഫസ്റ്റ് ചേർക്കുന്ന ഇതിനെ എന്ത് പറയും, പ്രിഫിക്സ് എന്നും അതിന് അവസാനം കൂട്ടിച്ചേർക്കുന്ന വാക്കിനെ എന്ത് പറയും, സഫിക്സ് എന്ന് പറയും. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതിന് എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എഗ്രി. എഗ്രി എന്നുള്ളത് ഡിസ് എഗ്രി എന്നാകുമ്പം അത് പ്രിഫിക്സ് ആവും. ഡിസ് എഗ്രി എന്നുള്ളതിന് ഡിസ് എഗ്രിമെൻറ്റ് എന്നാക്കുമ്പം അത് സഫിക്സ് ആവും. കാരണം എഗ്രിമെൻറ്റ് എന്നുള്ളത് നമ്മൾ പിന്നീട് ചേർത്തിയതാണ്. അപ്പം ഇങ്ങനെ വരുന്ന കാര്യത്തിന്, ഇങ്ങനെ വരുന്ന വാക്കിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ രൂപവും എല്ലാം മാറും. അതിൻ്റെ വിധം എല്ലാം മാറും. അർത്ഥത്തിന് വ്യത്യാസം വരും, രൂപത്തിന് വ്യത്യാസം വരും, എല്ലാത്തിനും അതിന് വ്യത്യാസം വരും. ആ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം പ്രിഫിക്സിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെ ചേർക്കാം? പ്രിഫിക്സ് ആകുമ്പോൾ മുന്നിലാണ് ചേർക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, അൺസ്റ്റോപ്പബിൾ, അൺകോമൺ, അണബിൾ എന്നൊക്കെ ഉള്ള ചേർക്കാം. ദെൻ ഇന്ന് ചേർക്കാം. ഇൻകംപ്ലീറ്റ്, ഇൻകൺവീനിയൻറ്റ്, ഇൻജസ്റ്റിസ് ഒക്കെ ഇന്ന വരിക. ദെൻ ഡിസ്
ഡിസ്കംഫേർട്ട്, ഡിസ്അഡ്വാൻറ്റേജ്, ഡിസഗ്രി ഒക്കെ ഡിസ്സാ വരിക. അപ്പം എന്താണ് പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ മുന്നിലെ പ്രീ മുന്നേ ഉള്ള സംഭവം അത് ആലോചിച്ച് നോക്കാം. ദെൻ സഫിക്സിന് എക്സാമ്പിൾ അവസാനമാണ് വരിക. ഏജ് അഥവാ ബാഗേജ്, ഏജ് ബാഗേജ്. അപ്പോൾ ഏജ് എന്ന് കൂട്ടി കൊടുത്താൽ അത് സഫിക്സ് ആയിട്ട് മാറും. പിന്നെ ഡോം എന്ന് കൂട്ടി കൊടുത്താൽ ഇപ്പം കിങ് എന്നുള്ളത് കിങ്ഡം ആയിട്ട് മാറും. അതുപോലെ തന്നെ സ്റ്റാർ എന്നുള്ളത് സ്റ്റാർഡം ആയിട്ട് മാറും. ദെൻ ഹുഡ് പറയുന്നുണ്ട്. ഇപ്പം ഒരു ബോയ് എന്നുള്ളത് ഹുഡ് ചേർക്കുമ്പോൾ ബോയ്ഹുഡ്. ദെൻ സ്റ്റേറ്റ് ഹുഡ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും അവസാനം ചേർക്കുന്നതിന് സഫിക്സ് എന്ന് പറയും. മനസ്സിലായല്ലോ. പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന വേറൊരു കാര്യമാണ് കോമ്പൗണ്ടിങ്. എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്? ഇപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ വേർഡ്സ് തമ്മിൽ ചേർന്ന് പുതിയ വാക്കുകൾ നിർമ്മിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലാക്ക് ബോർഡ്. ഇപ്പോൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്, ബോർഡ് എന്ന് പറയുന്നത് അതിനും വേറെ അർത്ഥമുണ്ട്. ഇപ്പോൾ ഡിക്ഷണറിയിൽ ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങൾ തന്നെ ഉണ്ടാവും. പക്ഷേ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മറ്റൊരു വാക്കാണ് ആവുന്നത്. അങ്ങനത്തെ വേർഡുകളാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് വേർഡ് എന്ന് പറയുന്നത്. അഥവാ ഫ്ലവർ പോട്ട് എന്ന് പറയാം, നമുക്ക് ആം ചെയർ എന്ന് പറയാം. ഇതൊക്കെ നമുക്കതിൽ പെടുത്താൻ പറ്റും കേട്ടോ. ഇപ്പോൾ സിമ്പിളാണ്, നിങ്ങൾക്ക് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവും തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദെൻ പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന അവസാനത്തെ കാര്യമാണ് യൂസിങ് എ ഡിക്ഷണറി ആൻഡ് എ തെറാസിസ് എന്ന് പറയുന്നത്. ഇപ്പം ഡിക്ഷണറി എന്തിനുള്ളതാണ്? നമുക്കറിയാം ഡിക്ഷണറി കൊണ്ട് ചില്ലറ ഉപകാരം എന്നല്ലല്ലേ അതിനോടുള്ളത്. നമ്മുടെ ആ ഒരു ശരിയായിട്ടുള്ള വേർഡിൻ്റെ സ്ട്രെസ് മനസ്സിലാക്കാൻ, ഗ്രാമർ മനസ്സിലാക്കാൻ, അതുപോലെ പാർട്സ് ഓഫ് സ്പീച്ച് മനസ്സിലാക്കാൻ, ഇതിനൊക്കെ എല്ലാത്തിനും നമ്മളെ സഹായിക്കുന്നവരാണ് ഡിക്ഷണറി ആണല്ലേ. ഇപ്പം പണ്ടത്തെ ഡിക്ഷണറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോഡേൺ ആയിട്ടുള്ള ഡിക്ഷണറിയിൽ എന്തുണ്ടാവും? പിക്ചറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്താണ് ഒന്നുകൂടി കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാനൊക്കെ സഹായിക്കും. അതുപോലെ വേറൊരു സാധനമാണ് എന്ത് പറയുന്നത്? തെറാസിസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ തെറാസിസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ സിനോണിംസും കൂടെ ഉണ്ട്. എന്താ സിനോണിംസ്? ഓർമ്മയുണ്ടോ? സിനോണിംസ് സിമിലി എന്നൊക്കെ ആലോചിച്ച് നോക്കുക. ഒരുപോലുള്ള അർത്ഥങ്ങൾ, ഒരുപോലുള്ള വാക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അഥവാ ഒരു മീനിങ് ഉള്ള പല വാക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയാൽ അത് തന്നെ മറ്റ് വാക്കുകളായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മുടെ വേർഡ് ചോയ്സിന് നമുക്ക് സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിൻ്റെ നുവാൻസസ് അഥവാ സൂക്ഷ്മ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും ആര്? ഈ തെറാസിസ് എന്ന് പറയുന്ന സാധനം. ഇതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹാപ്പി എന്ന് പറയുമ്പോൾ സന്തോഷം. അതിനെന്തൊക്കെ പറയാം? ജോയ്ഫുൾ, ഡിലൈറ്റ്, ഗ്ലാഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നമുക്ക് എന്താണ് ഹാപ്പി പഠിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള വേർഡുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അപ്പം ഇതിന് ഇങ്ങനെയൊക്കെ പറയാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പം തെറാസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ നമുക്ക് അറിയാവുന്ന സിനോണിംസും കൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ആ ഒരു ഡിക്ഷണറിയാണ് എന്ത് പറയുന്നത്? തെറാസിസ് എന്ന് പറയുന്നത്. So that's all. If you have any doubts, you can comment below.